ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റവ കൊണ്ട് വളരെ ടേസ്റ്റിയായ ഒരു ബർഫി തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ഈ വീഡിയോ എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്കൊരു പാന് സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ പാല് മുഴുവനും ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 ഏലക്കായയോ അല്ലെങ്കിൽ ഏലക്കായ പൊടിയോ ചേർക്കാം. ഏലക്കായ ചേർക്കുകയാണെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരല്പം കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്കിട്ട് ഇതിലേക്ക് 1 കപ്പ് റവ ചേർക്കണം. വറുത്ത റവയാണ് ചേർക്കേണ്ടത്. വറുക്കാത്ത റവയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് വറുക്കുക, എന്നിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. ഈ റവ ഒരു കൈ കൊണ്ട് ചേർക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ റവ കട്ട പിടിച്ചു പോവും. ഇപ്പോൾ റവയെ മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി കൈ വിടാതെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ റവ മുഴുവനും കുക്കായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ റവയൊക്കെ നല്ല പോലെ കുറുകി കുക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ നമുക്ക് കുറുക്കി പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവത്തിൽ ആക്കിയെടുക്കണം. ഇതുപോലെ കണ്ടില്ലേ, ഇപ്പോൾ റവ നല്ല പോലെ കുറുകി പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഇഷ്ടമുള്ള ട്രേയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു ഗ്ലാസിൻ്റെ ട്രേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്തൊരു ബട്ടർ പേപ്പറും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബർഫി സെറ്റായി വരുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എളുപ്പത്തിൽ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ റവയെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നല്ല പോലെ പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. കണ്ടോ, ഇതുപോലെ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരല്പം കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാഷ്യൂ നട്ട്സിന് റൈസിൻസിന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിനെ നല്ല പോലെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ബർഫി നല്ല പോലെ ചൂടൊക്കെ പോയി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ ട്രേയിൻ്റെ അകത്തുനിന്ന് മാറ്റാം. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. താഴെ ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തുനിന്നും എടുത്തു മാറ്റാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ റവ ബർഫി തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയ ഒരു സ്നാക്സ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.